ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ക്രോഷേ പിന്നുന്നതാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൻ്റെ മേലിൽ ഒരു കവർ പോലെ, ടേബിൾ മാറ്റ് പോലെ ഫ്രിഡ്ജിൻ്റെ മേലിൽ ഒരു മാറ്റായിട്ട് വിരിച്ചിടാൻ വേണ്ടി ഒരു കവർ പിന്നാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ കളർ നൂലുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ഒരു ടേബിൾ ഫ്രിഡ്ജ് കവർ ഇടാവുന്ന. ആദ്യം നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ്. എത്രയും നീളം വേണോ അത്രയും നീളം അനുസരിച്ച് നമ്മൾ എടുത്താൽ മതി. ഇത് ഫ്രിഡ്ജിൻ്റെ മേലിൽ വിരിച്ചിടാം, ടേബിളിൽ മാറ്റായിട്ട് വിരിച്ചിടാം, ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം അത് കഴിഞ്ഞിട്ട് ഡബിൾ ക്രോഷയാണ് പിന്നുന്നത്. ഡബിൾ ക്രോഷേ ഒരു ലൈൻ കംപ്ലീറ്റ് പിന്നി കഴിയുമ്പം അടുത്ത ലൈനും സെയിം ഡബിൾ ക്രോഷയാണ്. ആദ്യം 3 ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ട് പിന്നെ ഡബിൾ ക്രോഷേ 3 എണ്ണം പിന്നണം, പിന്നെ 3 ചെയിൻ സ്റ്റിച്ച്, അങ്ങനെ ഗ്യാപ്പ് വിട്ട് പിന്നാനാണ്. അപ്പം ഒരു ഡിസൈനായിട്ടും ഇരിക്കും, സിമ്പിൾ സ്റ്റിച്ചുമാണ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ചേച്ചി പ്രതീക്ഷിക്കാതെ ഇവിടെ വന്നതാണ്. അന്നേരം ചേച്ചിയുടെ മോൾക്ക് വേണ്ടി അവിടെ ഫ്രിഡ്ജിൻ്റെ മേലിടാൻ ഒരു കവർ പിന്നി തരാമെന്ന് ചോദിച്ചപ്പം ഞാൻ പിന്നാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഒരേ കളർ നൂല് കൊണ്ട് പിന്നാനുള്ള സാധ്യതയില്ല, ഇവിടെ നൂല് അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഓർത്ത് 2-3 കളർ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ, എൻ്റെ കയ്യിൽ കുറേ കളേഴ്സുണ്ട്, പക്ഷേ എല്ലാം കുറച്ചേ ഉള്ളൂ. അപ്പോൾ കളേഴ്സ് മിക്സ് ചെയ്ത് ഒരു ഫ്രിഡ്ജ് കവർ പിന്നാവുന്നതാണ്. ഈ 3 ചെയിൻ സ്റ്റിച്ചും 3 ഡബിൾ ക്രോഷയും മാറി പിന്നുമ്പം ആ ഗ്യാപ്പ് വരുന്ന ഇടം കാണാൻ ഒരു ഡിസൈൻ പോലെ ഇരിക്കും. അങ്ങനെ ഒന്നാമത്തെ ലൈൻ മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ലൈൻ അതേ സെയിം തന്നെ. ആദ്യം 3 ചെയിൻ സ്റ്റിച്ചും ആ ഗ്യാപ്പ് വരുന്ന ഇടത്ത് ഡബിൾ ക്രോഷേ നമ്മൾ പിന്നണം. ഡബിൾ ക്രോഷേ വരുന്ന ഇടത്ത് ചെയിൻ സ്റ്റിച്ചും പിന്നണം. അതേപോലെ കണ്ടിന്യൂ 3 ലെയർ ഞാൻ തയ്ച്ചു. ഗ്രീൻ കളറിൽ തന്നെ അടുത്തടുത്ത ലെയർ തയ്ച്ചു. അപ്പോൾ ഇനി അടുത്ത കളർ ചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ അവിടെ വെച്ച് ഞാനത് കട്ട് ചെയ്തിട്ട് വേറെ ഒരു കളർ നൂല് ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. അത് സിമ്പിൾ ഒരു നോട്ട് ഇട്ടാൽ മതി, അത് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടി. അപ്പം നമ്മൾ ഈ 2 കളർ മാത്രം കണ്ടിന്യൂ പിന്നുവാണെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഞാൻ ഒത്തിരി കളർ മിക്സ് ചെയ്താണ് പിന്നാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത യെല്ലോ കളറിലും സെയിം പാറ്റേൺ തന്നെ. 3 ഡബിൾ ക്രോഷയും 3 ചെയിൻ സ്റ്റിച്ചും ആ ഗ്യാപ്പ് വരുന്ന ഇടം മാറി വരണം. ആദ്യത്തെ ലൈൻ ഡബിൾ ക്രോഷേ ആണെങ്കിൽ രണ്ടാമത്തെ ലൈൻ ചെയിൻ സ്റ്റിച്ചായിരിക്കണം. അതേപോലെ മഞ്ഞ കളർ വെച്ച് 3 ലൈൻ പിന്നിട്ടുണ്ട്. അടുത്തത് ബ്ലൂ കളറാണ്. ഇങ്ങനെ ഓരോരോ കളർ മിക്സ് ചെയ്യുമ്പോൾ അതിന് കളർ ലുക്കും ഉണ്ട്, ഒരു ഡിസൈനുമുണ്ട്. അപ്പോൾ ഏകദേശം എൻ്റെ കയ്യിലുള്ള എല്ലാ കളറും ഒരു ഡബിൾ ലെയറായിട്ട് പിന്നാണ്. അപ്പോൾ മൊത്തം പിന്നിക്കഴിഞ്ഞു. 2 അറ്റവും ഗ്രീനാണ്. അപ്പം 4 സൈഡും ഗ്രീനാകാൻ വേണ്ടിയിട്ട് സൈഡ് ബോർഡർ പോലെ നമ്മൾ പിന്നിയെടുക്കുന്നുണ്ട്. ഡബിൾ ക്രോഷേ എല്ലാ സൈഡിലും കംപ്ലീറ്റ് പിന്നിയെടുക്കുകയാണ്. 4 സൈഡും പിന്നുമ്പോൾ ഈ സൈഡ് അറ്റം വരുമ്പം നമ്മൾ ഒരു 5-6 ഡബിൾ ക്രോഷേ ഒരേ ഇടത്ത് തന്നെ പിന്നണം. അങ്ങനെ ഇപ്പം 4 സൈഡും ഒരു സ്ക്വയർ ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി ചെയിൻ സ്റ്റിച്ച് തന്നെ ഒരു 6 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് 4ാമത്തെ ഡബിൾ ക്രോഷയുടെ അവിടെ നമ്മളത് എൻഡ് ചെയ്യണം. ഇതുപോലെ ചുറ്റിലും 4 ഭാഗവും ചെയ്യണം. അപ്പോൾ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്ലെയിനായിട്ടിരിക്കുമ്പോൾ അതിനൊരു ഭംഗിയില്ല. അപ്പോൾ ആ ബോർഡറും കൊടുത്ത് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമ്മളിനി നാട്ടിട്ടിട്ട് ഇതിൻ്റെ ബാക്കി വരുന്ന നൂലിങ്ങനെ അകത്തോട്ട് കയറ്റിയിട്ട് കൊടുക്കണം. കുറച്ച് കയറ്റിയിട്ട് ലാസ്റ്റ് വരുന്ന നൂല് കട്ട് ചെയ്താൽ മതി. ഇതുപോലെ നമ്മൾ ഈ ജോയിൻ ചെയ്ത എല്ലായിടത്തും കുറച്ച് നൂലിങ്ങനെ കാണും. അതെല്ലാം നമ്മൾ സൈഡിൽ അകത്തോട്ട് കയറ്റി കൊടുക്കണം. എന്നിട്ട് ബാക്കി വരുന്ന എക്സ്ട്രാ നൂല് കണ്ടിച്ച് കളയുക. അപ്പോൾ ഫ്രിഡ്ജ് കവർ റെഡി ആയിട്ടുണ്ട്. അവൾ അത് ഇട്ട് കാണിക്കുകയും ചെയ്തു. നല്ല ഭംഗിയായിട്ടുണ്ട്, അവൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയണേ. കറക്റ്റ് അളവാണ്, നല്ല ഭംഗിയാത് കാണാൻ. അപ്പോൾ ബാക്കി ഇരുന്ന നൂലിൽ ഞാൻ ഒരു ഫോൺ കവറും പിന്നെ കൊടുത്തു.
ഇനിയൊരു ദിവസം ഫോൺ കവർ പിന്നെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.